പാറ്റൂർ ഭൂമി ഇടപാടിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ജേക്കബ് തോമസ് സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ സർക്കാർ വിവരാവകാശ നിയമത്തെ അട്ടിമറിച്ചു. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് വിജിലൻസിനെ ഒഴിവാക്കുന്ന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചാണ് നിയമത്തെ അട്ടിമറിച്ചത്. പാറ്റൂർ കേസിലെ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സർക്കാർ ഈ അട്ടിമറി ഉത്തരവ് പുറത്തിറക്കിയത്. അതേസമയം പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ സർക്കാർ നടത്തിയ ഇടപെടൽ നിയമവിരുദ്ധമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിവരാവകാശ നിയമത്തിലെ 8 ക്ലോസ് 1 ക്ലോസ് H എന്ന വകുപ്പിൽ പറയുന്നത് ഇപ്രകാരം: അന്വേഷണത്തിന് തടസ്സം വരാത്തതോ വിചാരണയുമായി ബന്ധപ്പെട്ട് തടസ്സമുണ്ടാക്കാത്ത കാര്യങ്ങളോ വിവരങ്ങളോ വിവരാവകാശ നിയമപ്രകാരം ഏതൊരു പൗരനും നൽകാം. ഇനി പാറ്റൂർ ഭൂമി ഇടപാടിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസ് സമർപ്പിച്ച റിപ്പോർട്ടുകൾ വിവരാവകാശ നിയമത്തിലെ ഈ വകുപ്പ് പ്രകാരം നൽകണമെന്ന് വിജിലൻസിനോട് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നൽകിയ ഈ അപേക്ഷയ്ക്ക് കഴിഞ്ഞ മാസം 28-ന് വിജിലൻസിൽ നിന്ന് മറുപടി ലഭിച്ചു. അതിൽ പറയുന്നത് കാണുക. ജനുവരി മാസം 27-ലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഈ വകുപ്പ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കിയെന്നും അതുകൊണ്ട് പാറ്റൂർ കേസിലെ റിപ്പോർട്ട് നൽകാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് വിവരാവകാശ നിയമപ്രകാരം ജേക്കബ് തോമസിന്റെ റിപ്പോർട്ട് പുറത്തു നൽകേണ്ടി വരുമെന്ന സാഹചര്യമുണ്ടായപ്പോൾ ഒരു നിയമം തന്നെ സർക്കാർ മാറ്റിമറിച്ചിരിക്കുന്നു, അഥവാ അട്ടിമറിച്ചിരിക്കുന്നു. പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ ഒരു വകുപ്പ് സംസ്ഥാന സർക്കാർ ഇടപെട്ട് നിർജീവമാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഈ രംഗത്തെ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജേക്കബ് തോമസ് സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ സർക്കാരിന് തന്നെ വലിയ ഭയമുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് വിവരാവകാശ നിയമത്തിലെ ഈ അട്ടിമറിയിലൂടെ. സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.